ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലോങ് വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും കണ്ണിന് കുളിർമയും മനസ്സിന് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഓണമൊക്കെ വരാൻ പോവല്ലേ, അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറിയും കുറച്ച് പൂവും കൂടെ കൃഷി ചെയ്യാനായിട്ട് ഉള്ള ഒരു ശ്രമമാണ് കേട്ടോ. ഞാൻ വലിയ കൃഷിക്കാരിയൊന്നുമല്ല, പക്ഷേ എനിക്ക് കൃഷി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ പേരിൽ ഒരു ആ കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് കുഞ്ഞു കുഞ്ഞു അറിവുകൾ മാത്രമേ ഉള്ളൂ. എന്നാലും എനിക്കറിയുന്ന പോലെ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വീടിൻ്റെ തൊട്ട് പുറകിലുള്ള പറമ്പാണ്. അപ്പോൾ ആദ്യം പുല്ലൊക്കെ ചെത്തി അടിയിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേളിലാണ് മണ്ണിട്ട് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും വാരം മുന്നേ അവർ കൃഷി ചെയ്തതിൻ്റെ തടം കിടപ്പുണ്ട്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെത്തിയിട്ട് കഴിഞ്ഞാൽ എൻ്റെ പണി കുറച്ചും കൂടെ ഈസിയായി. തടം എടുത്തൊന്നും അത്ര നന്നായിട്ടൊന്നുമില്ല, എന്നാലും എനിക്കറിയാവുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും എന്താ പറയുക, കുറേ വർഷമായി, ഞാനൊരു 6-7 വർഷം മുന്നാണ് ഇങ്ങനെ തടമൊക്കെ എടുത്ത് കൃഷി ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം ഇപ്പോൾ ഇത്രയും ഗ്യാപ്പ് വന്നുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടേണ്ട വന്നു. കയ്യിലൊക്കെ പൊട്ടി, കൈക്കോട്ടൊക്കെ പിടിച്ചിട്ട്. എന്നാലും പണിയെടുത്ത് ക്ഷീണിച്ച് അവശയായി നിൽക്കുന്ന യുവതിയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന തടങ്ങളെ 1, 2, 3, 4 തടം ഞാൻ ഒറ്റയ്ക്ക് വെട്ടിയെടുത്തതാണ് ഗൈസ്, ഒറ്റയ്ക്ക് വെട്ടിയെടുത്തതാണ്. അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് കേട്ടോ. പിന്നെ പുല്ല് വലിക്കാനൊക്കെ കുറച്ചൊക്കെ അമ്മയും അപ്പുറത്തെ വീട്ടിലെ കണ്ണൻ ചേട്ടനൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തടമൊക്കെ എടുത്തത് ഫുള്ളായിട്ട് ഞാൻ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പം കുമ്മായം ഇട്ട് കൊടുക്കണം. കുമ്മായം ഇട്ട് കൊടുത്ത് കുറച്ച് ദിവസം വെയിൽ കൊള്ളിച്ചതിന് ശേഷം ആണ് നമ്മൾ തൈകളൊക്കെ നടാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കൃഷി അറിവുകളൊക്കെ വെച്ചിട്ട് എൻ്റെ ഒരു ഉള്ള പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുമ്മായം ഇട്ട് കൊടുക്കുകയാണ്. കുമ്മായത്തിൻ്റെ അളവൊന്നും എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇത്ര മണ്ണിന്, ഇത്ര സ്ഥലത്തിന് 1 സെൻറ്റിന് ഇത്ര കുമ്മായം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഒരു ഏകദേശം വെച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുമ്മായം പൊടിയാണ് ഞാൻ വാങ്ങിച്ചത്. നമുക്ക് നീറ്റുകക്കയും കിട്ടും, അത് നീറ്റിയിട്ട് വേണമെങ്കിലും കുമ്മായാക്കിയിട്ട് ആ പൊടി ഉപയോഗിക്കാം. ഇത് ഡയറക്റ്റ് പൊടിയായിട്ട് കിട്ടിയതാണ്, വളം വിൽക്കുന്ന കടയിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഓരോ തടത്തിന് കുമ്മായം ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് കൊത്തി ഇളക്കി കൊടുക്കണം. അത് ആ മണ്ണിൽ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ കുമ്മായം ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ pH ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിലെ മണ്ണിന് കുറച്ച് അസിഡിറ്റി കൂടുതലുള്ള മണ്ണാണ്. അപ്പോൾ ചെടികൾ പെട്ടെന്ന് ചീഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുമ്മായം ഇട്ടിട്ട് അതിൻ്റെ pH നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ കുമ്മായിട്ട് വെയിൽ കൊള്ളിക്കുമ്പോൾ മണ്ണിലുള്ള ചെടികൾക്ക് ദോഷം ചെയ്യുന്ന ചില ബാക്ടീരിയാസ് ഉണ്ട്, അതൊക്കെ ഇല്ലാതാവാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തൈകൾ വാങ്ങിച്ചത് കുടുംബശ്രീയുടെ ഓഫീസിൽ നിന്നാണ് വാങ്ങിച്ചത്. തൃശ്ശൂർ കോർപ്പറേഷനിലുള്ള കുടുംബശ്രീയുടെ ആസ്ഥാന മന്ദിരമാണിത്. അവിടെ നിന്നാണ് തൈകൾ വാങ്ങിച്ചത്. അപ്പോൾ ചെണ്ടുമല്ലിയിൽ 2 കളർ ഓറഞ്ചും മഞ്ഞയും വാങ്ങിച്ചു. പിന്നെ വാടാമല്ലി പർപ്പിൾ കളർ ഒരു ട്രേയും വാങ്ങിച്ചു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് വരാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.